എത്രയായി? 100. ദാ. വാ. വാടാ വാ. മോളെ മോനെ, ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷെ ഓരോ ദിവസം പ്രാർത്ഥിച്ചതും ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു. എന്തായാലും നിങ്ങൾ വന്നല്ലോ, സന്തോഷായി. വൈകുന്നതനുസരിച്ച് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഏട്ടനായതുകൊണ്ട് ഏത് നിമിഷവും തീരുമാനം മാറ്റാലോ. ദേ, നിന്റെ ഏട്ടൻ കാരണോ ഇത്രയും വൈകിയത്. ഉം? ഈശ്വരമംഗലത്തേക്ക് തിരികെ വരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഒരുക്കം? ആ വെറുതെ പറയുന്നതാടാ. ഞാൻ പെട്ടെന്ന് റെഡിയായി. ഈ പറഞ്ഞ ആളാ സമയം കളഞ്ഞത്. ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ പുള്ളിക്കാരി അതും ഒരു കൈ നോക്കിയാനെ. ആ മതി മതി മതി. ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് പറയാം. വാ മോനെ, പ്രണവേ ബാഗ് വാങ്ങിക്കടാ. വാ, രണ്ടുപേരും വലത് കാല് വെച്ച് അകത്തേക്ക് കയറിക്കോ. വാ, നിക്ക്. എന്താ വസു ഇത്? എന്താ ഇങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ എങ്ങനെ പറയണം? ഏട്ടത്തി തോന്നുന്നത് പോലെ ഓരോന്നങ്ങ് തീരുമാനിക്കുന്നു, അതങ്ങ് നടപ്പിലാക്കുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല വേണ്ടത്. ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി ഇവിടവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന് പ്രഖ്യാപിച്ച് എവിടെയോ ഒരു വീട്ടില്, അതും വാടകയ്ക്ക് താമസിച്ചിട്ട് മടങ്ങി വരുമ്പോഴേ ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ അങ്ങ് അകത്തേക്ക് കയറ്റാൻ പാടുണ്ടോ? പാടില്ലെന്നാ എന്റെ അഭിപ്രായം. ആരതി ഒഴിഞ്ഞ് എല്ലാ ദോഷങ്ങളും അകറ്റിയിട്ട് വേണം നിധിയെയും ഗൗതമിനെയും വീട്ടിനകത്തേക്ക് കയറ്റാൻ. അതാ എന്റെ ആഗ്രഹം. എന്നാലും ഏട്ടത്തിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കണമെന്ന് തോന്നിയില്ലല്ലോ. മോശമായി പോയി, വളരെ മോശമായി പോയി. പക്ഷേ ഞാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആരതി ഒഴിഞ്ഞിട്ട് മാത്രം അകത്തേക്ക് കയറിയാ മതി. ശിവാനി, വേഗം, ദാ അവരെത്തി. അയ്യോ പൊയ്ക്കളല്ലേ, നിൽക്ക. എന്താ ഗൗതം ഇത്? വസുന്ധര ആന്റി സ്നേഹത്തോടെ ആരതി ഏർപ്പാടാക്കിയ സ്ഥിതിക്ക് ചടങ്ങുകളൊക്കെ മുറ പോലെ തന്നെയല്ലേ ചെയ്യേണ്ടത്? ശിവാനിക്ക് തട്ടത്തിൽ ദക്ഷിണ ഇട്ട് കൊടുക്കുക ഗൗതം. ഓ സോറി നിധി, ഞാനതങ്ങ് മറന്നു. ഇപ്പൊ കൊടുക്കാം. ആ എന്താ? നീ വിവാഹം കഴിഞ്ഞ് പ്രണവിന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരുമ്പോ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചത് ഞാനായിരുന്നു. അന്ന് നീ എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഈശ്വരമംഗലത്ത് നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ഭിക്ഷ എടുക്കാൻ പോകുന്ന എനിക്ക് നീ തരുന്ന അഡ്വാൻസ് ആണതെന്ന്. സന്ദർഭവശാൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിന്നെപ്പോലെ വിവരക്കേട് ഞാൻ പറയാത്തതുകൊണ്ട് ഇതെനിക്കും ഗൗതമിനും ആരതി ഒഴിഞ്ഞതിനുള്ള ദക്ഷിണയായിട്ട് തന്നെയാണ് തരുന്നത്. എടാ, ഇനി സമയം കളയണ്ട, രണ്ടുപേരും അകത്തേക്ക് വന്നേ. വാ.
അവളുടെ മുഖത്തെ അഹങ്കാരം ആന്റി ശ്രദ്ധിച്ചായിരുന്ന? ജയിച്ചു എന്ന തോന്നൽ അവൾക്ക്. പക്ഷെ ആന്റിയുടെ മനമാറ്റം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അവൾക്കില്ലാതെ പോയല്ലോ. പക്ഷെ ഞാൻ ഇറങ്ങി വന്നപ്പോ അവളൊന്ന് പതറി. ഉള്ളില് കിടക്കുന്ന ആ പേടിയുണ്ടല്ലോ, അത് അവള് പോലും അറിയാതെ പുറത്തേക്ക് വന്നു. ഞാനേ അത് അവളുടെ മുഖത്ത് തന്നെ വായിച്ചെടുത്തു. സത്യം പറഞ്ഞ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നേ. കൊല്ലാനായിട്ടാണല്ലോ ഈ വളർത്തുന്നുള്ള സങ്കടം. നീ ശരിക്കും ബ്രില്യന്റ് ശിവാനി. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. നിധിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നീ വായിച്ചെടുത്തു കളഞ്ഞു. എന്റെ പൊന്നാന്റി, അങ്ങനെ ഒരു കഴിവ് എനിക്ക് പണ്ടേ ഉണ്ട്. എന്നോടൊന്നും ആർക്കും ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? എങ്കിലേ നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ നിനക്ക്? ആന്റിയുടെ കണ്ണുകളില് ഒരാഴമുണ്ട്, നിഗൂഢതയുടെ ആഴം. തന്ത്രങ്ങളാണ് ആ കണ്ണ് നിറയെ. ശത്രുവിനെ ഒതുക്കാനായിട്ട് നിറച്ചു വച്ചിരിക്കുന്ന തന്ത്രങ്ങള്. എന്നാൽ എന്റെ മുഖത്ത് വിരിയുന്നതാണെങ്കിലോ ഒരു ബ്രില്യൻ ലേഡിയുടെ സർവ്വ ഗർവം നിറഞ്ഞ ഭാവങ്ങള്. സത്യല്ലേ ഞാൻ പറഞ്ഞേ? ഓ സത്യ, ഇതൊരു കഴിവ് തന്നെയാ ശിവാനി. കൃത്യമായിട്ട് നീ അങ്ങ് പ്രഡിക്റ്റ് ചെയ്ത് കളഞ്ഞു. ആ, നിന്ന് സമയം കളയണ്ട, വേഗം ആരതി കൊണ്ട് കളഞ്ഞിട്ട് വാ.